മനോഹരമായിട്ടുള്ള കല്ലിൽ കൊത്തിവെച്ച ഒരു ശില്പം. ആ ശില്പം നേരിട്ട് കാണണമെങ്കിൽ ചില്ലറ പണിയൊന്നുമല്ല. ഇതുപോലെ കണ്ണെത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന പടികൾ കയറി വേണം നമുക്ക് അവിടെ എത്താനായിട്ട്. മുകളിൽ എത്തിയാൽ നമുക്കൊരു ക്ഷേത്രം, അതിന് തൊട്ടടുത്തായിട്ട് നാരായണത്ത് ഭ്രാന്തന്റെ പ്രതിമയും കാണാം. രായിരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വളാഞ്ചേരി പട്ടാമ്പി റൂട്ടിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ക്ഷേത്രത്തിൽ രാവിലെ 6 മുതൽ 8 വരെയാണ് പൂജയുള്ളത്. പൂജാ സമയത്ത് മാത്രമാണ് ഭക്തർക്ക് അമ്പലത്തിലേക്ക് പ്രവേശനമുള്ളത്. അങ്ങനെ ഒരുപാട് പടികൾ കയറി നമ്മൾ ഒരുപാട് മുകളിലെത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നിന്നുള്ള താഴേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാം. ആരോഗ്യമുള്ളവരാണെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ട് താഴെ നിന്ന് നമുക്ക് മുകളിലെത്താൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിൽ എത്തിയപ്പോഴത്തേനും ഫ്രണ്ടിലൊരു അരയാൽ കാണാം. അരയാലിന്റെ പുറകിലായിട്ട് രായിരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രം കാണാം. ഇവിടുത്തെ വഴിപാടുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനായിട്ട് ഒരു നമ്പർ ഞാൻ കൊടുക്കാം, അതിൽ വിളിച്ചാൽ മതി. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ തന്നെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. രാവിലെ മാത്രമേ ദർശനമുള്ളൂ. രാവിലെ 6 മണി മുതൽ 8 മണി വരെ മാത്രം. ഇതാണ് ഞാൻ പറഞ്ഞ നാരായണത്ത് ഭ്രാന്തന്റെ പ്രതിമ. അമ്പലത്തിലെ ദർശനം നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഈ പ്രതിമയും കാണാവുന്നതാണ്. മലയുടെ താഴേക്ക് നോക്കി നിൽക്കുന്ന മനോഹരമായിട്ടുള്ള നാരായണത്ത് ഭ്രാന്തന്റെ പ്രതിമയാണ് നിങ്ങൾ ഈ കാണുന്നത്.